നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് പുറത്തുവന്നത്. 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി, ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി 55 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക പുറത്തു വന്ന സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ സജീവമായതോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ വലിയ രീതിയിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ചർച്ചയാവുകയാണ്. കോൺഗ്രസ് ഇത്തവണ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളും പാർട്ടിക്കുള്ളിലെ ഭിന്നതകളും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള തമ്മിലടിയും എല്ലാം കണ്ട് മടുത്ത ഒരു കാലമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഇത്തവണ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, ഒരു പരിഭവങ്ങളും പരാതികൾക്കും ഇടവരുത്താത്ത വിധത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 55 സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. അതിൽ പരിചയസമ്പന്നരുണ്ട്, യുവാക്കളുണ്ട്, വനിതകളുണ്ട്, പുതുമുഖങ്ങളുണ്ട്. അത്തരത്തിൽ എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ശക്തമായ രീതിയിൽ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ ഭിന്നതയുണ്ടാകും, കോൺഗ്രസിൽ തമ്മിലടി ഉണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം എന്ന് കരുതി കാത്തിരുന്ന, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ചുട്ട മറുപടി കൂടിയായി മാറി കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറുവശത്ത് നോക്കുക, CPM-നുള്ളിൽ കഴിഞ്ഞ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ അവരുടെ കോട്ടയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ വളരെ ശക്തമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായി. പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ 2 മണ്ഡലങ്ങളിൽ CPM-ന്റെ കോട്ടകൊത്തളങ്ങളായിട്ടുള്ള 2 മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ 2 പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ട് രംഗത്ത് വന്ന് മത്സരിക്കുകയാണ്. ഒന്ന് പയ്യന്നൂരിലാണ്. പയ്യന്നൂരിൽ നിലവിലെ MLA ആയിട്ടുള്ള TA മസൂദിനെതിരെ അവിടുത്തെ പയ്യന്നൂർ ഏരിയ മുൻ സെക്രട്ടറിയും കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലെ അംഗവും പ്രമുഖ നേതാവും ഏതാണ്ട് 19 വർഷത്തിലധികം പ്രവർത്തന പരിചയവും അനുഭവ സമ്പത്തും ഒക്കെയുള്ള V കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം പാർട്ടിയിലെ ചില അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. അതിന് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കുകയാണ് പാർട്ടി ചെയ്തത്. ഈ പയ്യന്നൂരിലെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള TA മസൂദിനെതിരെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഫണ്ട് തിരിമറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് മസൂദിനെതിരെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ആ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്ന് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന് പിന്തുണ കൊടുക്കാനാണ് UDF-ന്റെ തീരുമാനം. UDF-ൽ RSP ആണ് പയ്യന്നൂരിൽ മത്സരിക്കുന്നത്. അവിടെ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി നിർത്താതെ RSP വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം, വളരെ തന്ത്രപരമായ ഒരു തീരുമാനം അവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന് പിന്തുണ കൊടുക്കുക, ആ ഒരു തീരുമാനം UDF-ഉം ഏറ്റെടുത്തിട്ടുണ്ട്. പയ്യന്നൂരിൽ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാകും V കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുക. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള PK ശ്യാമളയാണ് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ രോഷപ്രകടനം ഉണ്ടാവുകയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ രംഗത്ത് വന്ന അദ്ദേഹം തളിപ്പറമ്പിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ്. അത്തരത്തിൽ കണ്ണൂർ പോലൊരു ജില്ലയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പുറത്തുവന്ന നേതാക്കൾ മാത്രമല്ല, നിരവധി നേതാക്കൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അസംതൃപ്തിയുണ്ട്. നമുക്ക് ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ, ആലപ്പുഴയിൽ സമുന്നത നേതാവായിട്ടുള്ള G സുധാകരൻ കഴിഞ്ഞയാഴ്ച പാർട്ടിക്കെതിരെ രംഗത്ത് വരികയും അദ്ദേഹം അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ തലമുതിർന്ന നേതാക്കൾ ഒരാളാണ് G സുധാകരൻ. മുൻ മന്ത്രിയാണ് അദ്ദേഹം, മുൻ സംസ്ഥാന സമിതി അംഗമാണ്. അത്തരത്തിലൊരു നേതാവ് അമ്പലപ്പുഴ പോലെ പാർട്ടിയുടെ ഒരു ശക്തമായ ഒരു മണ്ഡലത്തിൽ, ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് തന്നെ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ശക്തമായിട്ടുള്ള ജില്ലയാണ്. അവിടെ അമ്പലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ G സുധാകരനെ പോലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് പാർട്ടിയുടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള H സലാമിനെതിരെ
രംഗത്ത് വരുന്നു. അദ്ദേഹം അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാലക്കാടേക്ക് വരുമ്പോൾ അവിടെയും വലിയ രീതിയിലെ പ്രതിഷേധ പ്രകടനങ്ങളും മുൻ MLA PK ശശി ഉൾപ്പെടെയുള്ളവർ പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു. അത്തരത്തിൽ CPM-നെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ, അന്തഛിദ്രങ്ങൾ, പൊട്ടിത്തെറികളൊക്കെ തന്നെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ നടക്കുമ്പോഴാണ് മറുവശത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഏറ്റവും സുഗമമായ രീതിയിൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു മണ്ഡലങ്ങളിലും ഒരാൾ പോലും അവിടെ പ്രാദേശികമായിട്ട് ഒരു എതിർപ്പ് പോലും അവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ആ ഒരു സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ കോൺഗ്രസിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ വലിയ രീതിയിൽ അത് UDF-നെ മൊത്തത്തിൽ തന്നെ ബാധിക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും ഇടവരുത്താതെ ഏറ്റവും മികച്ച, ഏറ്റവും ശക്തരായിട്ടുള്ള വിജയസാധ്യതയുള്ള 55 പേരുടെ പട്ടിക ഇന്നലെ ഹൈക്കമാൻഡ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ പുതുമുഖങ്ങളുണ്ട്, വനിതകൾക്കൊക്കെ തന്നെ മതിയായ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. ഇന്നലെ വന്ന 55 പേരിൽ 9 വനിതകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ സിറ്റിംഗ് MLA-മാരായിട്ടുള്ള ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കോൺഗ്രസ് ശക്തമായ രീതിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമ്പോൾ മറുവശത്ത് CPM-ൽ തമ്മിലടി രൂക്ഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ BJP-യിൽ പുരിഞ്ഞാടി നടക്കുകയാണ്. BJP-യിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് മാത്രമല്ല NDA-യിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. UDF-നെ നയിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒത്തൊരുമയോട് കൂടിയുള്ള മുന്നോട്ട് പോക്ക് അത് UDF-ന് ചെറുതല്ലാത്ത ആത്മവിശ്വാസവും ധൈര്യവും ശക്തിയുമാണ് നൽകുന്നത്.